إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. നമ്മൾ പലപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു നാട്ടിൽ സജീവതയുള്ള യൗവനത്തിൻ്റെ ചുറുചുറുക്കുള്ള ആളുകളുടെ ധാരാളിത്തം ഒരുപാടുണ്ടാവുക എന്നുള്ളത് ആ രാജ്യത്തെ പുരോഗതിയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് പ്രേരണ നൽകുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ജനിക്കുന്നത് കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്ന് ഒരു അന്ധവിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് കാരണമാണ് പലപ്പോഴും പെൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് വെറുപ്പുണ്ടാവുന്നതും ആ പെൺകുട്ടികളെ നിഷ്കരുണം കൊന്നുകളയാൻ വരെ അവർ തയ്യാറാവുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ്, ഈ അന്ധവിശ്വാസം നിലനിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നിങ്ങൾ ശകുനമായി കാണുന്ന നിങ്ങളുടെ പെൺമക്കൾക്കും നിങ്ങൾക്കുമെല്ലാം റിസ്ഖ് നൽകുന്നത് ഞാനാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, ഇങ്ങനെ കൊന്നുകളയുക എന്നുള്ളത്, പെൺമക്കളെ കൊന്നുകളയുക എന്നുള്ളത് വല്ലാത്ത ഗുരുതരമായ പാപമാണ്, കുറ്റമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇന്റെ 31-ാമത്തെ വചനത്തിലൂടെ നമ്മുടെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു പെൺകുട്ടികൾ ജനിച്ചാൽ അത് കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടാകുമെന്നുള്ളത്. പുരോഗതിയിലേക്ക് വന്ന ജപ്പാൻ നമുക്കറിയാം, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഒരു കാലത്ത് പേരുകെട്ട നാടാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സജീവമായി ജോലിക്കിറങ്ങുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പ്രസവത്തിന്റെ വഴിയിലേക്കൊക്കെ തിരിഞ്ഞാൽ ജോലിക്ക് തടസ്സമാകും. അതുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് അത് തടസ്സമാകും എന്നതുകൊണ്ടാകാം ഭരണകൂടം പ്രസവവും കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെലവേറിയതാക്കി മാറ്റി. ആ നാട്ടിൽ ഭയങ്കര ചെലവുള്ള ഒരു കാര്യമാക്കി മാറ്റി. പലരും അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉണ്ടാവും, കുട്ടികളെ നോക്കാനും മറ്റുമൊക്കെ ഭയങ്കര എക്സ്പെൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്
ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് വന്നു. അതിനവർ താല്പര്യം കാണിച്ചില്ല. പലരും വിദ്യാഭ്യാസം, കരിയർ ഇതിനൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു നാടായതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് വിവാഹം വളരെയധികം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വിവാഹം വൈകുന്നതോടുകൂടി അവിടുത്തെ സ്ത്രീകൾക്ക് പിന്നീട് കുറെ പ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുമ്പോൾ പ്രജനനത്തിനുള്ള, കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യവും കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കാരണം ഉണ്ടായ പ്രശ്നമാണ്, ആ നാട് നേരിട്ട പ്രശ്നമാണ്. മുതിർന്നവരുടെ അളവ്, പ്രായം കൂടിയ മനുഷ്യന്മാർ ആ നാട്ടിൽ ഒരുപാട് കൂടി. അതൊരു പ്രശ്നമാണ്. ഒരുപാട് വൃദ്ധജനങ്ങൾ ഉണ്ടാവുക, യുവാക്കൾ ഇല്ലാതിരിക്കുക എന്നതൊരു നാടിനെ കൂപ്പുകുത്തിക്കുന്ന, തകർക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടിയ ആളുകളുടെ ഭക്ഷണ ചെലവ്, പെൻഷൻ, അവരുടെ ഹെൽത്ത് കെയർ, ഇതൊക്കെ ഭരണകൂടത്തിന് വലിയ പ്രശ്നമായിട്ട് വന്നു. അതുപോലെ ഈ ചെറിയ യുവാക്കളുടെ കുറവ്, ജോലി ചെയ്യുന്ന ആളുകളുടെ കുറവ് ഉണ്ടാകാൻ തുടങ്ങി. നല്ല ചുറുചുറുക്കുള്ള ആളുകളുടെ കുറവുണ്ടായപ്പോൾ അത് ആ നാടിന്റെ പുരോഗതിയിൽ, ജോലിയിൽ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ പ്രായമായ ആളുകൾ വരെ, വളരെ പ്രായമായ ആളുകൾ വരെ ജോലി ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ആ നാട് അതിൽ നിന്ന് തിരിച്ചു നടന്നു. അവരുടെ പോളിസികളെല്ലാം തിരുത്തി. ഖുർആനിന്റെ പ്രഖ്യാപനം ഇന്നും വളരെ ക്ലിയർ ആയിക്കൊണ്ട് നിലനിൽക്കാണ്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലല്ലേ. നിങ്ങളെയും അവരെയും എല്ലാം, അവർക്കെല്ലാം വേണ്ടത് ഭക്ഷണവും റിസ്ഖും നൽകുന്നത് ഞാനാണ്. നിങ്ങൾ കൂടുതലായിട്ട് സജീവരായ ആളുകൾ ഉണ്ടാവുമ്പോൾ ദാരിദ്ര്യമല്ല ഉണ്ടാവുക, അത് കൂടുതൽ സജീവമായ ഒരു സമൂഹത്തെയാണ് ഉണ്ടാക്കുക എന്നതാണ് ഖുർആൻ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്ന അറിവ് എന്നുള്ളത്. ഇവിടെ ഈ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ചില വിഷയങ്ങൾ ഗൗരവമായും നമ്മൾ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് പിന്നെ സ്ത്രീകൾ മാറി നിൽക്കണോ? സ്ത്രീകൾക്ക് പഠിക്കണ്ടേ? അവരുടെ കരിയർ, അവരുടെ വിദ്യാഭ്യാസം അതൊക്കെ വേണ്ടേ? തീർച്ചയായിട്ടും അതിനുവേണ്ടി കേരളത്തിൽ ഖുർആൻ ഓതി, ഹദീസുകൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് നാം. തീർച്ചയായും വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണം, കൃത്യമായും നേടുക തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, ലൈംഗിക പൂർത്തീകരണത്തിന് അള്ളാഹു പഠിപ്പിച്ച ഒരേ ഒരു വഴി എന്ന് പറയുന്നത് വിവാഹമാണ്. ഖുർആൻ വളരെ കൃത്യമായിട്ടും സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറഞ്ഞു തരാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വിശ്വാസികളായ ആളുകൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സംരക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവരുടെ ഭാര്യമാരുടെ സമീപിക്കുക വഴി, അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് അടിമകളുമായിട്ട് ലൈംഗികതയിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവര് ആക്ഷേപാർഹരല്ല. അതിന്റെ അപ്പുറത്ത് ഏതൊരു വഴി ഈ ലൈംഗിക താൽപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവോ അവർ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് വളരെ കൃത്യമായും ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവാഹം വൈകിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ പ്രണയം, വ്യഭിചാരം, സ്വവർഗരതി പോലെയുള്ള തോന്നിവാസങ്ങളിലേക്ക് പോവുക എന്നുള്ളത് പാടില്ല. നമ്മുടെ നാട്ടിൽ ഇതിന്റെയൊക്കെ കരിയറും ജോബും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പസുകളിൽ നടക്കുന്നത് ശുദ്ധമായ തമ്മാടിത്തങ്ങളാണ്, വൈകൃതങ്ങളാണ്. വല തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് അടുക്കുകയേ ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, തീർച്ചയായും അത് മ്ലേച്ഛമായ വഴിയാണ്, മോശമായ വഴിയാണ് എന്ന് വളരെ കൃത്യമായും ഖുർആൻ നമ്മളോട് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലും മറ്റുമൊക്കെ നമ്മൾ വിവാഹത്തെ വൈകിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും തോന്നിവാസത്തിന്റെ വഴിയിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും പാടുള്ള ഒരു വിഷയമല്ല. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സ്ത്രീകൾക്ക് ജോലിക്ക് പോയിക്കൂടെ? തീർച്ചയായും സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം. ഖദീജ റളിയല്ലാഹു അൻഹ ബിസിനസ് നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പല ജോലികളിലും ഏർപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിലപാട് പറയുമ്പോൾ നമ്മൾ പറയാൻ എന്താ, സുരക്ഷിതമായ സാഹചര്യത്തിൽ ആൺ പെൺ മിംഗ്ലിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതമായ സാഹചര്യത്തിൽ ഒരു പെണ്ണ് ജോലിക്ക് പോവുകയാണെങ്കിൽ അത് അനുവദനീയമാണ്, ഹലാല് തന്നെയാണ്. പക്ഷേ അതിന്റെ അപ്പുറത്ത് സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാൻ പാടില്ല. പ്രസവിക്കുക,
പാലൂട്ടുക പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ അത് സ്ത്രീകൾക്കേ പറ്റുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഉത്തരവാദിത്തം പറയുന്നിടത്ത് പറയാണ്, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദി. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീടിന്റെ വിഷയത്തിൽ, അവളുടെ മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളാണ്. ഭർത്താവ്, ഒരു പുരുഷൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. കുടുംബം പോറ്റേണ്ടുന്ന ഉത്തരവാദിത്തം അവനുണ്ട്. എന്നാൽ സ്ത്രീയെ നിർബന്ധ ബാധ്യതയായിട്ട് ജോലി ചെയ്യുക എന്നത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. അവൾ അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് വിധേയമാവുകയില്ല. പക്ഷെ അവൾക്ക് ജോലിക്ക് പോവുക എന്നുള്ളത് എതിർക്കപ്പെടുന്ന വിഷയവുമല്ല. പക്ഷെ ഈ വിവാഹത്തെ ബന്ധനമായി കാണുന്ന രീതിയിൽ, വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത രീതിയിൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ കരിയറും ജോബിന്റെയും വിഷയമൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വിവാഹത്തെ അതിരുകടന്ന് വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാടിന്റെ തന്നെ ഭദ്രതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് പോകുന്നുണ്ട് എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണാതിരുന്നുകൂടാ. സ്ത്രീകൾക്ക് അവരുടെ മെൻസസ് അവസാനിക്കുന്ന ശരാശരി പ്രായം എന്ന് പറയുന്നത് 51. സാധാരണയായി ഒരു 45 മുതൽ 55 വരെയുള്ള വയസ്സിനുള്ളിൽ ഒരു സ്ത്രീക്ക് അവരുടെ മെൻസസ് അവസാനിക്കും. എന്ന് വെച്ചാൽ ജൈവികമായ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി പൂർണ്ണമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ലൈംഗികത ആസ്വദിക്കുവാനുള്ള സമയം ഏകദേശം ഒരു 50-55 വയസ്സ് വരെയുള്ള പ്രായമാണ്. ഒരു പെൺകുട്ടി വിവാഹം വൈകിപ്പിക്കുമ്പോൾ അനുവദനീയമല്ലാത്ത ഒരു മാർഗത്തിലേക്കും പോവുക എന്നത് ഏതൊരു സാഹചര്യത്തിലും ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അത് കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അനുവദിച്ച ലൈംഗികതയെ അതിനെ ഹലാലായ രീതിയിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് അവർക്ക് വൈകിപ്പിക്കേണ്ടുന്ന വിഷയം വരുന്നു. വല്ലാതെ വൈകിപ്പിക്കുന്ന 25, 28, 30 വയസ്സ് വരെയൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തെ വൈകിപ്പിക്കുന്ന സാഹചര്യം അത് അവരുടെ ഗർഭധാരണത്തിനും മറ്റു വിഷയങ്ങൾക്കൊക്കെ പ്രശ്നമാകുമെന്നത് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ രക്ഷിതാക്കളോടുള്ള ബാധ്യതയായിക്കൊണ്ട് പറയാണ്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹു അൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരായ, വിവാഹത്തിന് പ്രായമായവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അത് കുടുംബത്തിലെ കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. അത് മഹല്ലുകളുടെ ഉത്തരവാദിത്തമാണ്. വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളിൽ നിന്നുള്ള അടിമ സ്ത്രീകളെയും അതുപോലെ തന്നെ അടിമകളായ പുരുഷന്മാരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, യകൂനു ഫുഖറ. ദാരിദ്ര്യമാണോ നിങ്ങളുടെ പ്രശ്നം? ദാരിദ്ര്യമാണോ നിങ്ങളുടെ പ്രശ്നം? അവര് ദരിദ്രരാണ് എങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ധന്യതയിൽ നിന്ന് അവർക്ക്, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് സമ്പന്നത നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിലേക്ക് വരുവാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ യുവാക്കളോട്, വിവാഹം കഴിക്കുവാൻ പ്രായമായ ആളുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ നിന്ന് വിവാഹത്തിനുള്ള പ്രാപ്തിയെത്തിയ ആളുകൾ അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു അഅല്ലു ലിൽ ബസർ, അത് അവന്റെ കണ്ണിനെ താഴ്ത്തും. അന്യരായ ആളുകളെ നോക്കിയും ആസ്വദിച്ചും നടക്കുന്ന വടികളിൽ നിന്ന് അത് അവനെ തടയും. വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ഗുഹ്യാവയവത്തെ അത് കാത്തു സംരക്ഷിക്കും. വമല്ലം യസ്തതി, ഇനി അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിലോ ഫഅലൈഹി ബിസ്സൗം, അവൻ തോന്നിവാസങ്ങളുടെ വഴി തുറക്കരുത്, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു ബിജാ, അത് അവനൊരു പരിചയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സത്യസന്ധമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് പറയാതെ വയ്യ. പല വിവാഹം കഴിക്കാൻ ആയ ആൺകുട്ടികളും വിവാഹം കഴിക്കുവാൻ ഇണകളെ കിട്ടാത്തത് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമായി നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തു ചെയ്യണം? വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയുണ്ട്. 30 വയസ്സായിട്ടുണ്ട്, 31 വയസ്സായിട്ടുണ്ട്. പരാതി പറയുന്ന ആളുകളുണ്ട്. അവിടെ തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കില്ല. തിന്മകളുടെ വഴി തുറക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. വിവാഹം കഴിക്കുവാനുള്ള സാമ്പത്തികമായ മറ്റു തടസ്സങ്ങൾ കൊണ്ട് ഭാര്യമാരെ ഇണകളെ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? വമൻ ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാതിൽ മുഅ്മിനാതി ഫമിമ്മാ മലകത് അയ്മാനുക്കും, നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുവാൻ വേണ്ട അടിമകളല്ലാത്ത സ്വതന്ത്രരായ ചാരിത്രശുദ്ധികളുള്ളവരായ സ്ത്രീകളെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അന്നത്തെ സാഹചര്യത്തിൽ അടിമകളായ മാന്യയായിട്ടുള്ള തോന്നിവാസങ്ങളിലേക്ക് പോകാത്ത, വേശ്യാവൃത്തി ചെയ്യാത്ത നല്ലവരായ അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്ന് ഖുർആൻ പറയാണ്.
അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവസാനം അള്ളാഹു പറയുന്നത് ഇത് നിങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ്. സ്വതന്ത്രരായ ആളുകളിൽ അടിമത്ത സമ്പ്രദായത്തെ പറ്റി അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്നില്ല, അത് അടഞ്ഞു കിടക്കുന്ന ഒരു വഴിയാണ്. എങ്കിലും ഇത് ഈ ഒരു അടിമകളെ ഒരു ഓപ്ഷനായിട്ട് സ്വീകരിക്കുക എന്നത് ആർക്കുള്ളതാണ്? നിങ്ങളിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, മറ്റു വഴികളിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മൾക്ക് കൂടിയുള്ള ഒരു കാര്യം പറയാണ്, ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ തിന്മയുടെ വഴികളിലേക്ക് പോകുവാനല്ല, തോന്നിവാസത്തിന്റെ വഴികൾ തുറക്കുവാനല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ, നമ്മളുടെ നിലപാടുകളിൽ തന്നെ നിലകൊള്ളുവാൻ, തിന്മയുടെ വഴികൾ തുറക്കാതിരിക്കുവാൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ഈ വിവാഹം എന്ന പേരിൽ മ്ലേച്ഛമായ വിവാഹങ്ങൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആണും ആണും പെണ്ണും പെണ്ണും മനുഷ്യനും നായയും മുതലയെ വരെ വിവാഹം കഴിക്കുന്ന ആളുകൾ. വിവാഹത്തിന്റെ സമീപനം മാറുകയാണ്. വൃത്തികേടിന്റെ വഴികൾ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഒരു വഴി എന്ന് പറയുന്നത് ഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ആണിന് പെണ്ണാണ്, രാവിന് പകലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നെഗറ്റീവിന് പോസിറ്റീവാണ് അതിന്റെ ഇണ. അതുപോലെ തന്നെ ചൂടിന് തണുപ്പാണ്. അതുപോലെ ആണിന് പെണ്ണാണ് ഇണ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അതാണ് പ്രകൃതി, അതാണ് പ്രകൃതി. അതിലൂടെയാണ് സന്താനോൽപാദനം ഉണ്ടാവുക, പിൻതലമുറകൾ ഉണ്ടാവുക, ഊർജ്ജസ്വലമുള്ളവരായ സമൂഹത്തിന്റെ പുതിയ തലമുറയുണ്ടാവുക. അല്ലാത്ത വഴികൾ എന്നുള്ളത് തോന്നിവാസത്തിന്റെ വഴികളാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറുൻ. വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള, നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന, നിങ്ങളുടെ വേദനകളിൽ ചേർന്ന് നിൽക്കാനാകുന്ന കഴിയുന്ന, നിങ്ങൾക്ക് തണലേകാനാകുന്ന ഒരു ഇണ, ആ ഇണയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്നുള്ളത്. യാത്രയോ കൂട്ടുകാരോ ഒന്നും വിവാഹത്തിന് പകരമാവില്ല. ചില കുട്ടികളൊക്കെ പറയും, എനിക്ക് വിവാഹം ഒന്നും വേണ്ട, ഞാൻ യാത്രയെ പ്രണയിക്കുന്നവനാണ്, എനിക്ക് വിവാഹം ഒന്നും വേണ്ട, ഞാൻ കൂട്ടുകാരെ പ്രണയിക്കുന്നവനാണ്. അല്ല, അതൊന്നും വിവാഹത്തിന് പകരമാകുന്ന കാര്യങ്ങളെ അല്ല. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിലേക്ക് നിർഭയമായി കൊണ്ട് അവരിലേക്ക് ചായുവാൻ വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് അവൻ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ചിന്തിക്കുവാനുണ്ട് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാണ്. വിവാഹം മാത്രമാണ്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം മാത്രമാണ് പരിഹാരം എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്വവർഗരതി വളരെ സജീവമായും അതിനുവേണ്ടിയുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി വിമർശിച്ച കാര്യമാണ്. നമ്മൾ കേട്ടതാണ്, കഴിഞ്ഞ വർഷം മങ്കി പോക്സ് പകരുന്നു, അതുകൊണ്ട് തന്നെ പടരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഈ സ്വവർഗരതിയിൽ നിന്ന് വിട്ടു നിൽക്കണം. തോന്നിവാസമാണ്, പ്രകൃതി വിരുദ്ധമാണ്, രോഗങ്ങൾ പകരും. ഗൊണേറിയ, മങ്കി പോക്സ്, HIV ഇങ്ങനെ തുടങ്ങിയുള്ള വൃത്തികെട്ട ലൈംഗിക രോഗങ്ങൾക്ക് കാരണമാകുന്ന വഴികളാണ് ഇതൊക്കെ എന്നത് വളരെ കൃത്യമായും നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ പുരുഷന്മാരിലേക്കാണ്, ആളുകളിൽ നിന്ന് പുരുഷന്മാരെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ സ്ത്രീകളെ ഒഴിവാക്കി പുരുഷന്മാരുടെ വഴിയിലേക്ക് ലൈംഗിക താല്പര്യങ്ങളുമായി നിങ്ങൾ പോവുകയാണോ? ബൽ അൻതും ഖൗമുൻ ആദൂൻ, നിങ്ങൾ അതിരു കടന്ന ജനത തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിമർശിച്ചു. ചാവുകടൽ നമ്മളൊക്കെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെ? അതിൽ ആരെങ്കിലും ഇറങ്ങി നിന്നാൽ പൊങ്ങി നിൽക്കുന്ന അത്ഭുതം, അതൊരു ശിക്ഷയാണ്. ലൂത്ത് നബിയുടെ സമൂഹം
അവരെ നശിപ്പിക്കപ്പെട്ടതിന്റെ അടയാളമാണ് ചാവുകടൽ. ആ ചാവുകടലിൽ ഒന്ന് കുളിച്ചാൽ ശരീരം ദുർഗന്ധമുണ്ടാകും. അതിന്റെ ചുറ്റുഭാഗത്തും നല്ല ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ പോലും കായ്ക്കാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അതിലൊന്നിറങ്ങിയാൽ വീണ്ടും നമ്മൾ കുളിക്കേണ്ടുന്ന രീതിയിൽ അഴുക്കാകുന്ന ഒരു തടാകമാണ് ചാവുകടൽ. അത് ഈ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ, വൃത്തികെട്ട സ്വവർഗരതിയുടെ വഴിയിലേക്ക് വഴി നടന്ന ആ സമൂഹത്തെ നശിപ്പിച്ചതിന്റെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും ഇപ്പോഴും നമ്മളുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി ബാക്കി വെച്ച ഒരു സിംബലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ചു തന്നത് വിവാഹമാണ്. ആ വിവാഹത്തിന്റെ വഴി അതാണ് ഹലാലായ വഴി. പ്രണയത്തിന്റെ, വ്യഭിചാരത്തിന്റെ, വേശ്യാവൃത്തിയുടെ, തോന്നിവാസത്തിന്റെ വഴികളിലേക്ക് പോവുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ എല്ലാ കെട്ടും ഭദ്രതയും തകർത്തു കളയുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് കീഴൊതുങ്ങുക, അവന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് മുന്നിൽ വഴി തുറക്കും. അള്ളാഹുവിന്റെ എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.